SS വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിലബസിലെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 ഒന്നാമത്തെ മൊഡ്യൂളായ വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച 10 ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ HSA സോഷ്യൽ സയൻസിൻ്റെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സിനെ കുറിച്ചുള്ള ആ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം 8129529102 8129 അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് എയിലെ 20 ചോദ്യങ്ങളും ആ സിലബസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, അതിൻ്റെ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് പാർട്ട് ബിയിലെ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ് നമുക്കൊന്ന് നോക്കാം. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, ദെൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, മോഡേൺ റവല്യൂഷൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വേൾഡ് വാർ, ലീഗ് ഓഫ് നേഷൻ ആൻഡ് യുണൈറ്റഡ് നേഷൻ. അപ്പോൾ ഇത്ര ഒരു സിലബസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനുണ്ട്. കാണുമ്പോൾ ഇതൊരു ചെറിയ സിലബസ്, ചെറിയ ടോപ്പിക്കാണ് തോന്നുമെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വൈഡായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കഴിഞ്ഞ 2022 ചോദിച്ചിട്ടുള്ള ആ ഒരു 10 ചോദ്യങ്ങൾ ഏതെല്ലാം ടോപ്പിക്കിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലൈലുമായി ബന്ധമുള്ള ഡെഫിനിഷൻ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ലാസ് കഴിഞ്ഞ HSA പരീക്ഷയുടെ സമയത്തുള്ള ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 18ഓളം ചരിത്രകാരന്മാരും അവരുടെ പ്രസ്താവനകളും അവരുടെ ഡെഫിനിഷൻ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഡ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കേട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കഴിഞ്ഞ പരീക്ഷയിലെ ഒന്നാമത്തെ ചോദ്യം പാർട്ട് ബിയിൽ നിന്നുള്ള 21ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തോമസ് കാർലൈലുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയുള്ള ഓപ്ഷൻ പ്രകാരം ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. ലോക ചരിത്രം മഹാന്മാരുടെ ജീവചരിത്രം തന്നെയാണ് എന്ന് അഭിപ്രായപ്പെട്ട ചിന്തകനാണ് ആര്? തോമസ് കാർലൈൽ. ചരിത്ര ചിന്തകനാണ് തോമസ് കാർലൈൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഒരു ഏകദേശം 3-4 ചരിത്രകാരന്മാരും അവരുടെ ആശയങ്ങൾ, അവരുടെ ഡെഫിനിഷൻ, അതിൻ്റെ കോഡുകളും നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, വളരെ പെട്ടെന്ന്. EH കാർ, നേരത്തെ തോമസ് കാർലൈൻ ആയിരുന്നു, ഇവിടെ EH കാർ അദ്ദേഹം പറഞ്ഞത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണമാണ് ചരിത്രം. ഇതിൻ്റെ കഴിഞ്ഞ HSA ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ഡെഫിനിഷനും എടുത്തു നോക്കുക, എല്ലാ ഡെഫിനിഷനും ഏകദേശം ഒരേപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഒരു കോഡ് ഇട്ടുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ EH കാറിലെ കാറിന് മാത്രമാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്, EH കാറ്. അപ്പോൾ EH കാർ അദ്ദേഹം പറഞ്ഞത് വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണമാണ് ചരിത്രം. അപ്പോൾ ഇവിടെ കഴിഞ്ഞ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിലക്കാത്ത കാർ. ഓർക്കുക, ഒരു നിലക്കാത്ത കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരും, തോമസ് കാർലൈനും വരും. അപ്പോൾ അവിടെ തോമസ് കാർലൈനിൽ ഒരു കാർ ഉണ്ട്, അപ്പോൾ അത് ഇവിടെ കണക്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ EH കാർ, നിലക്കാത്ത കാറിൽ ഇങ്ങനെ വർത്താനം ഭൂതകാലമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഇങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് ആളുകൾ സംസാരിച്ച് പോവാണെന്നൊക്കെ കണക്ട് ചെയ്യാം അല്ല. നിലക്കാത്തൊരു കാറ്, അതിൽ 2 ആളുകൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനകാലം ഭൂതകാലം തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത് നിലക്കാത്ത എന്നുള്ളതാണ്. അപ്പോൾ EH കാർ നിലക്കാത്തൊരു കാറാണ് എന്നുള്ളത് കണക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ആ ടോപ്പിക്കിൽ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ജോൺ സീലി. ഓക്കെ, ഈ ജോൺ സീലിയിലും എന്തുണ്ട്? ഈ ഒരു വർത്തമാനം ഭൂതകാലം എന്നുള്ളൊരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ HSAയുടെ സമയത്ത് ക്ലാസ് എടുത്ത സമയത്ത് ഇതിന്റെ കോഡ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിന്റെ കോഡൊക്കെ അറിയുന്ന ആളുകളാരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു കമന്റ് വന്നതാണ്. അന്നൊരു ടീച്ചർ ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ ഈ സീലി എന്നുള്ളത് അവര് നമ്മുടെ കള്ളിയങ്കാട്ട് നീലി ഒരു ഭൂതപ്രേത സിനിമയാണല്ലോ. അപ്പോൾ ആ ഒരു
സീലി കള്ളിയങ്കാട്ട് നീലിയായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ ഭൂതകാലം എന്ത് ചെയ്യുക, കള്ളിയങ്കാട്ട് നീലി ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു കമന്റ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നേരത്തെ നമ്മുടെ EH കാറിലുണ്ട് ഭൂതകാലവും വർത്തമാനകാലവും കിടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മാത്രം എടുത്താൽ മതി, ജോൺ സീലി നമ്മുടെ നീലി കള്ളിയങ്കാട്ട് നീലി ഭൂതമായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ്. അപ്പൊ EH കാറിലേക്ക് പോകുമ്പോൾ ഇപ്പൊ നേരത്തെ കണ്ടു EH കാറിലും ഈ വർത്തമാനവും ഭൂതവും കിടക്കുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മള് നിലക്കാത്ത കാർ വെച്ചിട്ട് എന്ത് ചെയ്യണം, EH കാറിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ സീലി ഭൂതകാലം ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നിലക്കാത്ത എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്നില്ല. ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് പറഞ്ഞതാണ് ആരും, ജോൺ സീലി. ഓക്കെ, ഇങ്ങനെയല്ല അതൊന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇനി നേരത്തെ പോയിട്ട് ഈ ജോൺ സീലിയുടെ ഡെഫിനിഷൻ അവിടെ എന്തുണ്ട്, വർത്തമാനകാലം ഭൂതമാനകാലം എവിടെയുണ്ട്, EH കാറിലും കിടക്കുന്നുണ്ട്. അപ്പൊ EH കാറിൽ ആകെ ചെയ്യാനുള്ളതോളൂ നിരക്കാത്ത കാറ് കണ്ട അടിച്ചോളൂ, അത് ആരാണ്, അത് നമ്മുടെ EH കാറാണ് എന്നുള്ളത് അടിക്കുക. ഓക്കെ, പിന്നെ ഇനി അടുത്ത ഒരു ഡെഫിനിഷനാണ് തോമസ് കാർലൈൻ. അപ്പൊ ഇവിടെ ഒരു കാർ വന്നു, EH കാർ അവിടെ ഉണ്ട്, ഇവിടെ ഒരു കാർ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ നിലക്കാത്ത കാർ കാർലൈൻ ആയിട്ട് വരുമോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതായിരുന്നു നമ്മുടെ ചോദ്യം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു, തോമസ് കാർലൈനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ കാർലൈൽ എന്നുള്ളത് നമ്മുടെ ഈ ഒരു കാർലൈൽ ഉണ്ടല്ലേ, കാർലൈൽ എന്നുള്ളത് കാർ ലൈൻ ആയിട്ടൊക്കെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക. കാർ ലൈൻ ആയിട്ട് ഇങ്ങനെ പോകണം, കാർ ലൈൻ ആയിട്ട് പോകണം. മറ്റേത് നിലക്കാത്ത EH കാർ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം എന്ന് ആര് അഭിപ്രായപ്പെട്ടു, തോമസ് കാർലൈൻ. അപ്പൊ മഹാന്മാരായ ആളുകളുടെ കാറാണല്ലോ ഇങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ പോവാം. ഇപ്പോ പ്രസിഡന്റിന്റെ കാറ് ഒക്കെ ഒരു ലൈനിൽ ഇങ്ങനെ പോകും, പ്രധാനമന്ത്രി, മന്ത്രിമാര്, ഇതൊക്കെ ഒരു കാർ, മഹാന്മാരായ ആളുകളുടെ കാറുകളായിരിക്കും എന്ത് ചെയ്യുക, ലൈനിൽ ഇങ്ങനെ പോവാം. അതുപോലെ ഇങ്ങനെ പോലീസ് എസ്കോർട്ട് ചെയ്തിട്ടും അതിന്റെ ആളുകളും അങ്ങനെ ബന്ധപ്പെട്ട ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വാഹനങ്ങൾ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാർ ലൈൻ ആരാണ്, മഹാന്മാരായ ആളുകൾ. EH കാർ നിലക്കാത്തത്. ജോൺ സീലി അവിടെ നമ്മൾ നേരെ സൂചിപ്പിച്ച ഭൂതകാലവും ചരിത്രകാലവും തമ്മിലുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തോമസ് കാർ ലൈൻ കാണുമ്പോൾ മഹാന്മാരുണ്ടോ നോക്കാം. മഹാന്മാരായ കാറ് ലൈനിൽ ഇങ്ങനെ പോകണം, കാർ ലൈൻ, കാർ ലൈൻ ലൈനായിട്ട് കണക്ട് ചെയ്യുക. മഹാന്മാര് EH കാർ നിലക്കാത്തത്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഒരു മാർക്ക് എങ്ങനെയും കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ് HSCയുടെ ക്ലാസ് നമ്മൾ എടുത്ത സമയത്ത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിന് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ആ ക്ലാസ് കണ്ട എല്ലാ ആളുകൾക്കും ഈ പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതേപോലെ മാക്സിമം ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ളത് എങ്ങനെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കണം, നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നോക്കാനുള്ളത്. ഓക്കെ, മഹാന്മാരായ ആളുകളുടെ കാറുകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരേ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രമെന്ന് തോമസ് കാർലൈൻ അഭിപ്രായപ്പെട്ടു. ഇനി അടുത്തത് വോൾട്ടയർ. ഓക്കെ, വോൾട്ടയറിന്റെ ഡെഫിനിഷൻ, മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം. ഇവിടെ അന്ന് ഞാൻ പറഞ്ഞത് ടയർ വെച്ച ഒരാൾ ചെപ്പടി വിദ്യ കാണിക്കുകയാണ്. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം. അപ്പൊ ഇവിടെ വോൾട്ടയറിലെ ടയർ എടുക്കുക, ചെപ്പടി വിദ്യ ടയർ വെച്ചിട്ട് ഒരാൾ ചെപ്പടി വിദ്യ കാണിക്കുകയാണ്. ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെപ്പടി വിദ്യ കാണിക്കുന്ന ആൾ മജീഷ്യൻ. ഒരു മജീഷ്യൻ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ നമുക്ക് ചെപ്പടി വിദ്യക്കാരനായിട്ട് നോക്കുക. അദ്ദേഹത്തിന്റെ ഒരു ടയർ ഉണ്ട്. അപ്പൊ ടയർ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചെപ്പടി വിദ്യ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കണക്ട് ചെയ്താൽ മതി. മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം. ടയറും ചെപ്പടി വിദ്യയും കണക്ട് ചെയ്യുക. ഇങ്ങനെ ബാക്കിയുള്ള ഏകദേശം 14-15ഓളം ചരിത്രകാരന്മാർ അവരുടെ ഡെഫിനിഷൻ, അവരുടെ നിർവചനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഇനി ടോപ്പിക് അനുസരിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളവിടെ വിശദമായിട്ട് ഓരോരുത്തരെ കുറിച്ച് പറയും. അപ്പോൾ പറഞ്ഞ പോലെ കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഇവിടെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തോളാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ടെലഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാത്തവരൊക്കെ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടെലഗ്രാമിന് ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. നമുക്ക് ഒരുപാട് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ടെലഗ്രാം. ഇപ്പോൾ ജിമെയിലൊക്കെ ആണെങ്കിൽ 15 GB ഒക്കെ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ടെലഗ്രാമിൽ അൺലിമിറ്റഡ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ ടെലഗ്രാമിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൺ മെമ്മറിയിൽ നിന്ന് ഡേറ്റ ഡിലീറ്റ് ആയാലും ഫയൽ എവിടെ ഉണ്ടാവും, ടെലഗ്രാമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ടെലഗ്രാമിൽ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ടെലഗ്രാമിലെ ഫയൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ടെലഗ്രാം ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ടെലഗ്രാമിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങളോടെ കറക്റ്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ടെലഗ്രാം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തോളുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വിവരങ്ങൾ മൊത്തം അവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. HSA പ്രീവിയസ് ക്വസ്റ്റ്യൻ കോഡ് 020/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A. രണ്ടാമത്തെ ചോദ്യം കുറച്ച് വിശദമായിട്ടുള്ള
ഒരു ചോദ്യമായിരുന്നു, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യം. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് വരെ കാണാത്ത ഒരു രീതിയിലുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈജിപ്ഷ്യൻ നാഗരികതയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിരുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ചോദ്യങ്ങൾ നോക്കിക്കൊള്ളുക. ഫലഭൂഷ്ടമായ നൈൽ നദീതടം, സംശയമൊന്നുമില്ല, കറക്റ്റാ. സമുദ്രങ്ങളാലും മരുഭൂമികളാലും ചുറ്റപ്പെട്ടതിനാലുള്ള പ്രകൃതിദത്തമായ സുരക്ഷ. ഓക്കെ, നമുക്കറിയാം അവിടെ മരുഭൂമി ഉണ്ടായിരുന്നു, സമുദ്രങ്ങൾ ഉണ്ടായിരുന്നു. സമത്വ സങ്കല്പത്തിൽ അധിഷ്ഠിതമായ സമൂഹം, അല്ല ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനമായിരുന്നില്ല. അപ്പോൾ 3ഉം 4 ഇവിടെ എന്തല്ല, ഈ ഈജിപ്ഷ്യൻ നാഗരികതയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിരുന്ന ഘടകങ്ങളല്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, സംശയമൊന്നുമില്ലാതെ ഓപ്ഷൻ ബിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇതിന്റെ ആൻസർ 1, 2 മാത്രമാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ ഒരു രീതി നിങ്ങൾ നോക്കുക. ലോകചരിത്രം, അതിന്റെ ഒരു ജോഗ്രഫിക്കൽ ബന്ധങ്ങളിലൂടെ പറയുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശങ്ങളും ഒക്കെ നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, ആ ഒരു നാഗരികതയുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ആൻഷ്യന്റ് ഈജിപ്തിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും, നൈൽ നദി ഇവിടെ ഒഴുകുന്നുണ്ട്, റെഡ് സീ ഇവിടെ ഉണ്ട്, മെഡിറ്ററേനിയൻ സീ ഇവിടെ ഉണ്ട്, ഡെസേർട്ടുകൾ ഇതിന്റെ വെസ്റ്റിലും ഈസ്റ്റിലും കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇവിടെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും അല്ലെ. ഫലഭൂഷ്ടമായ നൈൽ നദിയുടെ ഇവിടെ ഉണ്ട്, ചിത്രത്തിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ പുതിയ മാപ്പാണ്, നമ്മുടെ ഗൂഗിൾ മാപ്പ് നിർത്തിയ ചിത്രമാണിത്. അപ്പൊ ഇവിടെ തന്നെ കാണാൻ പറ്റും നമ്മുടെ ഈ നൈൽ നദി ഇവിടെ ഒഴുകുന്നതും. ഫലഭൂഷ്ടമായിട്ടുള്ള നൈൽ നദീതടം 2 ഭാഗങ്ങളിലായിട്ട് അതിന്റെ നിങ്ങൾ ഈസ്റ്റ് ഭാഗത്ത് നിങ്ങൾ നോക്കുക, ഈസ്റ്റ് ഭാഗത്ത് റെഡ് സീ, പിന്നെ മെഡിറ്ററേനിയൻ സീ അതിന്റെ നോർത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ സമുദ്രങ്ങളാലും മരുഭൂമികളാലും ചുറ്റപ്പെട്ടതിനാലുള്ള പ്രകൃതിദത്തമായിട്ടുള്ളൊരു സുരക്ഷ എവിടെയുണ്ട്, നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിനുണ്ട് എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഈസിയാണ് ഈ ചോദ്യവും. ബി 1 and 2 ഫലഭൂഷ്ടമായ നദീതടം, സമുദ്രങ്ങളെ മരുഭൂമികളെ ചുറ്റപ്പെട്ട പ്രകൃതിദത്തമായ സുരക്ഷ. അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം, ഇതൊക്കെ നമ്മളപ്പോൾ വിശദീകരിക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. മാപ്പൊക്കെ നോക്കിയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സോഷ്യൽ സയൻസ് അധ്യാപകർ മാപ്പ്, ഓരോ രാജ്യങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. എവിടെയാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത്, എവിടെയാണ് അതിന്റെ അതിർത്തിയിലുള്ളത്. അപ്പോൾ ഇതൊക്കെ ജനറലായിട്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈ രാജ്യങ്ങൾ, അതിന്റെ തലസ്ഥാനങ്ങൾ ഏതെല്ലാം ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു, ഓരോ വൻകരയിൽ എത്ര രാജ്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് നൈൽ നദിയുടെ കരയിൽ നിന്നിരുന്ന സംസ്കാരമാണ് ഇത്, ഈജിപ്ഷ്യൻ സംസ്കാരം. നൈൽ നദിയുടെ എക്കൽ നിക്ഷേപ ഫലമായി രൂപപ്പെട്ട കറുത്ത ഫലഭൂഷ്ടമായ മണ്ണ്. പോയിന്റുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നൈൽ നദിയുടെ എക്കൽ നിക്ഷേപ ഫലമായി രൂപപ്പെട്ട കറുത്ത ഫലഭൂഷ്ടമായ മണ്ണ്, ജോഗ്രഫിക്ക് ഇവിടെ കടന്നു കയറിയിട്ടുണ്ട്. കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നവീനശിലായിക മനുഷ്യരെ ഈജിപ്തിലേക്ക് ആകർഷിക്കുകയും കാർഷികാഭിവൃദ്ധിയും ജലലഭ്യതയും അവരെ സമ്പന്നമായ ജനസമൂഹമാക്കി ഉയർത്തുകയും ചെയ്തു എന്നാണ് ഇതിന്റെ അനുമാനം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് നൈൽ നദിയുടെ എക്കൽ നിക്ഷേപ ഫലമായി രൂപപ്പെട്ട കറുത്ത ഫലഭൂഷ്ടമായ മണ്ണ്, അതാണ് അവിടെയുള്ള ആളുകൾ ആ ഒരു ഭാഗത്തേക്ക്, നവീനശിലായിക മനുഷ്യരെ ഈജിപ്തിലേക്ക് ആകർഷിച്ചത്. അപ്പൊ ഇനി വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോഗ്രഫിയിലൊക്കെ സമയനിർണയത്തിലൊക്കെ ചോദിക്കും. ഗ്രീനിച്ചിൽ സമയം 12:30 ആകുമ്പോൾ കിഴക്ക് 135 ഡിഗ്രിയിൽ എത്രയായിരിക്കും, അതായത് കിഴക്ക് 135 ഡിഗ്രിയിലാണ് നമ്മുടെ ജപ്പാനൊക്കെ സ്ഥിതി ചെയ്യണത്, 82 ഡിഗ്രിയിലാണ് ഇന്ത്യ നിൽക്കുന്നത് കിഴക്ക് ഭാഗത്ത്. അപ്പൊ ഇവിടെ കിഴക്ക് പടിഞ്ഞാറൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞ പോലെ നമുക്ക് സോഷ്യൽ സയൻസ് അധ്യാപകർക്ക് ഒരു കോംപ്രമൈസും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ മാപ്പും, അതേപോലെ തന്നെ ദിശയൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഇവിടെ നമുക്ക് ഈ ഒരു എങ്ങനെയാണ് വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത് ഒക്കെ പഠിച്ചു വെക്കാൻ VNS, വി എന്നിങ്ങനെ എഴുതുക, VNS താഴത്തേക്ക് ഇങ്ങനെ VNS അത് നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ വാപ്പ, തേക്കി ഇങ്ങനെയൊക്കെ കണ്ടോ. നോർത്ത് പിന്നെ വടക്കാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, അത് കിട്ടിയാൽ മതി. നോർത്ത്, വടക്ക്, വെസ്റ്റ്, പടിഞ്ഞാറ്, തെക്ക്, സൗത്ത്, തെക്ക്, ഈസ്റ്റ്, കിഴക്ക് അതൊക്കെ അറിയാം. അപ്പോൾ ഇനി നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഈ ദിശകളിൽ, ഈ 4 ദിശകളിൽ എന്തൊക്കെയാണ് നിലനിന്നിരുന്നത് നോക്കാം. വടക്ക് മെഡിറ്ററേനിയൻ കടൽ, ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ വടക്ക് ഭാഗത്താണ് മെഡിറ്ററേനിയൻ സീ സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് മരുഭൂമി ഉണ്ട്, അതേപോലെ തന്നെ അതിനപ്പുറത്ത് റെഡ് സീ ഉണ്ട്.
പടിഞ്ഞാറ് മരുഭൂമികളാണ്. തെക്ക് കൂറ്റൻ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഈ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ അതിനപ്പുറം മഹാവനങ്ങളും വിദേശാക്രമണങ്ങളിൽ നിന്ന് ഈജിപ്തിന് സംരക്ഷണം നൽകി. അത് അവിടെ തനതായ സംസ്കാരം ഉടലെടുക്കാൻ സഹായകമായി. ഓക്കെ. അതുപോലെ തന്നെ 3600 BC കൂടി മെനസിന്റെ കീഴിൽ അപ്പർ ഈജിപ്തിനെയും ലോവർ ഈജിപ്തിനെയും രാഷ്ട്രീയീകരണത്തോടു കൂടിയാണ് ഈജിപ്ത് സംസ്കാരം രൂപം കൊണ്ടത്. അപ്പോൾ അപ്പർ ഈജിപ്ത്, ലോവർ ഈജിപ്ത് വളരെ പ്രധാനപ്പെട്ട മാപ്പിലൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗമാണ് ഏത്? ലോവർ ഈജിപ്ത്. ഇവിടെയാണ് അപ്പർ ഈജിപ്ത്. ഇവിടെ കണ്ടോ വെസ്റ്റേൺ ഡെസേർട്ട്, ഈസ്റ്റേൺ ഡെസേർട്ട് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. റെഡ് സീ, മെഡിറ്ററേനിയൻ സീ, അതേപോലെ തന്നെ നൈൽ ഡെൽറ്റ പ്രദേശങ്ങളൊക്കെ മെഡിറ്ററേനിയൻ സീയിലേക്കാണ് ഇതൊക്കെ പോകുന്നത്. അങ്ങനെ ജോഗ്രഫിക്കൽ ഭാഗങ്ങളാണ്. അതുപോട്ടെ 3600 BC കൂടി മെനസ്, ആരാണ്? ഈ മെനസിനെ നാമർ എന്നും അറിയപ്പെടുന്നുണ്ട്. നാർമർ ആണെന്നും കരുതപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ മെനസ് അല്ലെങ്കിൽ നാർമറിന്റെ കീഴിൽ അപ്പർ ഈജിപ്തിന്റെയും ലോവർ ഈജിപ്തിന്റെയും രാഷ്ട്രീയ ഏകീകരണത്തോടു കൂടിയാണ് ഈജിപ്ത് സംസ്കാരം നിലകൊണ്ടത്. പിന്നെ പോയിന്റുകൾ ഉണ്ട്, ഞാൻ പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോയി ചെയ്യുന്നതൊക്കെ ടോപ്പിക്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ടൊന്നും തീരുന്ന ഒരു ടോപ്പിക് അല്ല നമ്മുടെ മുമ്പിലുള്ളത്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അല്ല കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് താഴത്ത് ഇറങ്ങി ചെന്ന് പഠിക്കാനുണ്ട്. പ്രാചീന ഈജിപ്തിന്റെ ചരിത്രം പ്രധാനമായും ഓൾഡ് കിങ്ഡം, മിഡിൽ കിങ്ഡം, ന്യൂ കിങ്ഡം എന്നിങ്ങനെ വിളിക്കപ്പെടുന്ന സ്ഥിരതയാർന്ന ഭരണം അനുഭവപ്പെട്ട രാജവംശങ്ങളായും അവയ്ക്കിടയിലെ അസ്ഥിരമായ കാലഘട്ടങ്ങളായ ആദ്യ ഇടക്കാല കാലഘട്ടം ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് പീരീഡ്, രണ്ടാമത്തെ ഇടക്കാല കാലഘട്ടം സെക്കൻഡ് ഇന്റർമീഡിയറ്റ് പീരീഡായി തിരിച്ചിരുന്നു. അന്നത്തെ ആ ഒരു സാഹചര്യമാണ് കൊടുത്തിട്ടുള്ളത്. ഓൾഡ് കിങ്ഡം, മിഡിൽ കിങ്ഡം, ന്യൂ കിങ്ഡം. അതുപോലെ ഓരോ രാജവംശങ്ങൾ ആദ്യ ഇടക്കാല കാലഘട്ടം എന്നും രണ്ടാമത്തെ ഇടക്കാല കാലഘട്ടമൊക്കെ ആയിട്ടൊക്കെ അന്ന് തരംതിരിച്ചിരുന്നു. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓൾഡ് കിങ്ഡം തുടക്കം വെങ്കലയുഗത്തിലും, മിഡിൽ കിങ്ഡം മധ്യവെങ്കല യുഗത്തിലും, ന്യൂ കിങ്ഡം അന്ത്യവെങ്കല യുഗത്തിലുമാണ്. അപ്പോൾ 3 വെങ്കലയുഗ കാലഘട്ടമായിരുന്നു ഈ ഈജിപ്ത് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്നത്. ഓൾഡ് കിങ്ഡം തുടക്ക വെങ്കലയുഗം, നവീന ശിലായുഗം അല്ല, വെങ്കലയുഗമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണ്. തുടക്ക വെങ്കലയുഗത്തിലാണ് ഓൾഡ് കിങ്ഡം സ്ഥിതി ചെയ്തത്. മധ്യവെങ്കല യുഗത്തിലാണ് മിഡിൽ കിങ്ഡം, ന്യൂ കിങ്ഡം അന്ത്യവെങ്കല യുഗത്തിലുമാണ് നിലനിന്നിരുന്നത്. ന്യൂ കിങ്ഡത്തിന്റെ സമയത്ത് ന്യൂബിയുടെ ഭൂരിഭാഗവും മധ്യപൂർവേഷ്യയുടെ ചില പ്രദേശങ്ങളും അധീനത്തിലാക്കി ഈജിപ്ത് അതിന്റെ അധികാരത്തിന്റെ പാരമ്പര്യത്തിലെത്തി. എന്താണ് ന്യൂ കിങ്ഡത്തിന്റെ സമയത്ത്? അന്ത്യവെങ്കല യുഗത്ത് ന്യൂബിയുടെ ഭൂരിഭാഗം മധ്യപൂർവേഷ്യയുടെ ചില പ്രദേശങ്ങളും അധീനത്തിലാക്കി ഈജിപ്ത് അതിന്റെ അധികാരത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തി. ഓക്കെ. ഇവിടെ ആ ഭാഗങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹിക്സോക്സ് ഒക്കെ ഈജിപ്തിൽ അന്ന് ഭരണം നടത്തിയിരുന്ന ആളുകളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈജിപ്ത് അതിന്റെ ചരിത്രത്തിനിടയിൽ ഹിക്സോസ്, അതുപോലെ ലിബിയക്കാർ, ന്യൂബിയൻസ്, അസീറിയക്കാർ, അക്കാമിനീഡിസ്, പേർഷ്യക്കാർ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഉച്ചാരണത്തിലൊക്കെ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലുള്ള മാസിഡോണിയക്കാർ എന്നിവരുടെ അധിനിവേശത്തിന് അടിമപ്പെട്ടിരുന്നു. ഓക്കെ. ഈജിപ്തിന്റെ ചരിത്രത്തിനിടയിൽ ഹിക്സോക്സ് അവിടെ ഭരണം നടത്തിയിരുന്നു. ലിബിയക്കാരുണ്ടായിരുന്നു, ന്യൂബിയന്മാർ, അസീറിയക്കാർ, അക്കാമിനിഡീസ്, പേർഷ്യക്കാർ, അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ മാസിഡോണിയക്കാർ എന്നിവർ അവിടെ അധിനിവേശത്തിന് അടിമപ്പെട്ടിരുന്നു. യെസ്. അലക്സാണ്ടറിന്റെ ഭരണശേഷം രൂപപ്പെട്ട ഗ്രീക്ക് പാരമ്പര്യമുള്ള ടോളമി രാജവംശം BC 30 വരെ ഈജിപ്ത് ഭരിച്ചു. ഇങ്ങനെയാണ് അലക്സാണ്ടറിന്റെ മരണശേഷം രൂപപ്പെട്ട ഗ്രീക്ക് പാരമ്പര്യമുള്ള ടോളമി രാജവംശം 30 BC വരെ ഈജിപ്ത് ഭരണം നടത്തി. 30 BC-യിൽ ക്ലിയോപാട്രയുടെ നേതൃത്വത്തിന് കീഴിൽ ഈജിപ്ത് റോമാ സാമ്രാജ്യത്തോട് യുദ്ധത്തിൽ പരാജയപ്പെടുകയും റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയായി മാറുകയും ചെയ്തു. അങ്ങനെ BC 30-ൽ ക്ലിയോപാട്രയുടെ ഭരണത്തിന് കീഴിൽ ഈജിപ്ത് റോമാ സാമ്രാജ്യത്തോട് യുദ്ധത്തിൽ പരാജയപ്പെടുകയും റോമാ സാമ്രാജ്യത്തിന്റെ ഒരു പ്രവിശ്യയായി മാറുകയും ചെയ്യപ്പെട്ടു. ഒക്കെ വിശദീകരിക്കും നമ്മൾ. ഇനി അടുത്തത് കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുകയാണ്. മെസ്സപ്പൊട്ടോമിയ. ഇപ്പൊ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മെസ്സപ്പൊട്ടോമിയയുമായി ബന്ധപ്പെട്ട് മധ്യപൂർവേഷ്യയിലെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് മെസ്സപ്പൊട്ടോമിയ. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതകൾ ഉടലെടുത്തത് മെസ്സപ്പൊട്ടോമിയയിലാണ്. സുമേറിയ, ബാബിലോണിയ, അസീറിയർ എന്നിങ്ങനെ വിവിധ ജനവിഭാഗങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ കേന്ദ്രമായിരുന്നു മെസ്സപ്പൊട്ടോമിയ. ഓക്കെ. അപ്പൊ ഈ മെസ്സപ്പൊട്ടോമിയയുടെ മാപ്പ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. മെസ്സപ്പൊട്ടോമിയ വ്യാപിച്ചിരുന്നത്
ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിന്നെ സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ. സിറിയയുടെ വടക്ക് കിഴക്ക്, ഇതാണ് നമ്മുടെ സിറിയ ഈ ഒരു ഭാഗത്തായിട്ട് വരും. സിറിയയുടെ വടക്ക് കിഴക്ക്, നോർത്ത് ഈസ്റ്റ്, സിറിയയുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റ്. തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭൂരിഭാഗങ്ങൾ, നിങ്ങൾ നോക്കുക ടർക്കി ഇവിടെയാണ് കിടക്കുന്നത്. ടർക്കിയുടെ സൗത്ത് ഈസ്റ്റ്, സൗത്ത് ഏതാണ്, തെക്ക് കിഴക്കൻ ഭാഗങ്ങളും. തീർന്നില്ല, ഇറാന്റെ തെക്കൻ പ്രദേശങ്ങൾ. ഇറാൻ എവിടെയായിട്ട് വരും, ഇറാൻ ഇവിടെയായിട്ട് വരും കണ്ടോ, ഇറാന്റെ തെക്കൻ പ്രദേശങ്ങൾ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത്രയും വലിയ ഭാഗങ്ങളിലായിട്ടാണ് ആര് വ്യാപിച്ചു കടന്നിരുന്നത്, നമ്മുടെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം വ്യാപിച്ചിരുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടാണ്, ഇങ്ങനെയൊന്നുമില്ല. ഇതിന്റെ കറക്റ്റ് ആൻഷ്യൻ മെസപ്പൊട്ടോമിയയുടെ മാപ്പ് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ മെസപ്പൊട്ടോമിയ. അപ്പൊ ഇവിടെ ഏതൊക്കെ വരുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, തുർക്കിയുടെ തെക്ക് കിഴക്കൻ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ മാപ്പിൽ നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക, ഇവിടെയാണ് നമ്മുടെ ഇറാഖിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ. ഈ ഭാഗത്താണ് സിറിയ, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇറാഖിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളൊന്നാണ് സിറിയ ഉണ്ട്, ടർക്കി ഉണ്ട്, ഇറാൻ ഉണ്ട്, അല്ലെ? അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇറാന്, ഇറാഖ്, സിറിയ, ടർക്കി. ഇത്രയും രാജ്യങ്ങളായിട്ട് വ്യാപിച്ചു കടന്ന ഒരു വലിയ സംസ്കാരമായിരുന്നു ഇത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അപ്പൊ രേഖാമൂലമുള്ള ചരിത്രത്തിന്റെ തുടക്കം മുതൽ, അതായത് BC 3100 ഹക്കാമനി സാമ്രാജ്യം മൂലമുണ്ടായ ബാബിലോണിന്റെ പതനം വരെ, അതെന്താണ്, BC 539 മെസപ്പൊട്ടോമിയയിൽ സുമേറിയ, അഖാദിയർ, അസീറിയർ, ബാബിലോണിയക്കാർ ആധിപത്യം പുലർത്തി. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. രേഖാമൂലമുള്ള ചരിത്രത്തിന്റെ തുടക്കം മുതൽ, അതെന്താണ്, BC 3100 ഹക്കാമനി സാമ്രാജ്യം മൂലമുണ്ടായ ബാബിലോണിന്റെ പതനം വരെ, BC 539 മെസപ്പൊട്ടോമിയയിൽ സുമേറിയ, അഖാദിയർ, അസീറിയർ, ബാബിലോണിയർ ആധിപത്യം പുലർത്തി. BC 332 മെസപ്പൊട്ടോമിയ മുഹമ്മദ് നഈമിന്റെ കീഴിലായി. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. BC 332 മെസപ്പൊട്ടോമിയ മുഹമ്മദ് നഈമിന്റെ കീഴിലായി. ദെൻ അദ്ദേഹത്തിന്റെ മരണശേഷം അത് ഗ്രീക്ക് സെല്യൂക്കിഡ് സാമ്രാജ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ്. BC 332 മെസപ്പൊട്ടോമിയ മുഹമ്മദ് നഈമിന്റെ കീഴിലായി. അദ്ദേഹത്തിന്റെ മരണശേഷം അത് ഗ്രീക്ക് സെല്യൂക്കിഡ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറുകയും പിന്നീട് മെസപ്പൊട്ടോമിയയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ അരാമിയക്കാർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ആ ഒരു ആധിപത്യ ക്രമം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്തൊരു ചോദ്യമാണ് 23ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 23. മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത്. ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? സുമേറിയക്കാർ, ബാബിലോണിയക്കാർ, അസീറിയക്കാർ, മിനോവക്കാർ. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്ക് ഇതിന്റെ ആൻസർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതേതാണ്? സുമേറിയക്കാരാണ് മെസപ്പൊട്ടോമിയൻ നാഗരികതയുടെ തുടക്കക്കാർ എന്നറിയപ്പെടുന്നത്. എന്നാൽ അന്ന് മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ 4 സംസ്കാരങ്ങളെ കുറിച്ച് 8ാം ക്ലാസ്സിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചാക്രമമുണ്ട്, ആദ്യം ആരാണ് വന്നത് എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ സംസ്കാരങ്ങളൊക്കെ തെറ്റിച്ച് എന്നിട്ട് അതിന്റെ കൃത്യമായിട്ട് ഓർഡർ കൊടുക്കാൻ പറയാം. ആദ്യം വന്നത് ആര്, അവസാനം എവിടെയാണ് അവസാനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം ആരൊക്കെയാണ്. സുമേറിയക്കാർ ആദ്യം വന്നത്, രണ്ടാമത് അഖാദിയർ വന്നു, അഖാദിയക്കാർ, അസീറിയക്കാർ, പിന്നെ ബാബിലോണിയർ വന്നു, അതുപോലെ കാൽഡിയൻ അഞ്ചാമത്തത്. ഈ കാൽഡിയൻ നിയോ ബാബിലോണിയനാണ്. ബാബിലോണിയന് ശേഷം വന്ന അടുത്ത ഒരു ലാസ്റ്റ് ആളുകളായിരുന്നു നിയോ ബാബിലോണിയർ അല്ലെങ്കിൽ കാൽഡിയൻ. ഓക്കെ, കാൽഡിയനോ കാൽഡിയറോ ഏതോ ആയിരിക്കും. അവിടെ ഉച്ചാരണം ഞാനിവിടെ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ ചില തെറ്റുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഏതാണെന്ന് കറക്റ്റ് നിങ്ങൾ നോക്കിക്കൂടാ. തെറ്റുകൾ ഞാനിവിടെ പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ തെറ്റെന്തായാലും നമ്മൾ എന്ത് ചെയ്യണ്ട, പഠിച്ച് മനസ്സിലാക്കി വെക്കണ്ട. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. അപ്പോ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇത് തെറ്റിച്ച് വരുമ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ തെറ്റാതിരിക്കാൻ ഒരു കോഡ്, ഇവിടെ ഞാനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോഡ് എന്താണെന്ന് നോക്കുക. ഓക്കെ, കോഡ് നോക്കിക്കോളുക. ഇതാണ് എന്താ സംഭവം. സുമ അക്ക. സുമ ഒരു ആളുടെ പേര്, അക്ക. നമ്മൾ തമിഴില് അക്ക എന്നൊക്കെ പറയാലോ, അക്ക എന്നാണല്ലോ വിളിക്കുക. അപ്പൊ സുമ അക്ക അസീറിയൻ, അസീസിന്റെ കൂടെ ബാബിലോണിയയിലേക്ക് കാൽനടയായിട്ട് പോയി. എന്താ സംഭവം? ഇതെന്താണ്? മെസപ്പൊട്ടോമിയൻ നാഗരികതയുമായി ബന്ധപ്പെട്ടുള്ള അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു 5 സംസ്കാരങ്ങൾ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്.
അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓർഡർ കിട്ടണം. ആദ്യം വന്നത് ആരാണ്? സുമേറിയക്കാരാണ്. രണ്ടാമത് അക്കാദിയറാണ്. പിന്നെ അസീറിയാണ്, ബാബിലോണിയാണ്, കാൽഡിയൻ അല്ലെങ്കിൽ നിയോ ബാബിലോണിയൻ. അത് പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യത്തെ മൂന്നെണ്ണം കറക്റ്റ് കിട്ടിയാൽ മതി. അപ്പൊ അതിനെന്ത് ചെയ്യണം? സുമ അക്ക അസീസിന്റെ കൂടെ ബാബിലോണിയയിലേക്ക് കാൽനടയായിട്ട് പോയി. ഒരു 4 പ്രാവശ്യം വായിക്കുക. 5 പ്രാവശ്യം പറഞ്ഞത് അവിടെ കിട്ടും. ഇതിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സുമ അക്ക അസീസിന്റെ കൂടെ ബാബിലോണിയയിലേക്ക് കാൽനടയായിട്ട് പോയി. അക്ക സുമയല്ല, ആദ്യമാണ് സുമ, സുമേറിയൻ, അക്ക അക്കാദിയർ, അസീറിയൻ, അസീസിന്റെ കൂടെ അസീറിയൻ കൂടെ ബാബിലോണിയയിലേക്കാണ് പോയത് കേട്ടോ. എങ്ങനെ പോയത്? നടന്ന്, കാൽനടയായിട്ടാ പോയത്. അവിടെ നമുക്ക് കാൽഡേയും കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോ സുമ അക്ക അസീസിന്റെ കൂടെ ബാബിലോണിയയിലേക്ക് കാൽനടയായിട്ട് പോയി. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. നമുക്ക് 1 മാർക്കാണ് കിട്ടേണ്ടത്. അതായത് ഏത് രീതിയിലാണെങ്കിലും എങ്ങനെ പഠിച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ ചില ടോപ്പിക്കൊക്കെ അല്ലാതെ നമുക്ക് കിട്ടൂല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് ക്ലാസ് ഞാനത് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് പറഞ്ഞു പോകാന്ന് വിചാരിച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. ചരിത്രത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സുകളൊക്കെ നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ വളരെ ഒരു വിശദമായിട്ട് അങ്ങനെ പറഞ്ഞു പോകാന്നല്ലാതെ നമുക്ക് ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മുടെ തലയിൽ നിൽക്കില്ല. പരീക്ഷയ്ക്ക് പല ആളുകളും ഇതിന് മുന്നുള്ള എക്സാമിനൊക്കെ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക കാരണം കൺഫ്യൂഷൻ അടിച്ചിട്ട്. എന്നാൽ നമ്മൾ അന്ന് ആ ക്ലാസ് ചെയ്തപ്പോൾ എല്ലാ ആളുകൾക്കും അതിന്റെ കോഡ് വെച്ചാണ് പറയുന്നത്. അപ്പൊ ചില ടോപ്പിക്ക് കോഡ് വെച്ച് പറയേണ്ടി വരും. പിന്നെ എല്ലാത്തിനും കോഡ് ഇട്ട് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും ചെയ്യും. അപ്പൊ നമുക്ക് തീരെ തലയിൽ കയറാത്തതിന് എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് ചിലപ്പോൾ കോഡ് കണ്ടുപിടിക്കേണ്ടി വേണ്ടി വരും. അപ്പൊ നമ്മുടെ മെസപ്പൊട്ടാമിയ നാഗരികയുടെ ആദ്യം തുടങ്ങിയ ആളുടെ അവസാനിക്കുന്ന ആളുകളെ മനസ്സിലാക്കാനുള്ള കോഡാണ് സുമാക്ക അസീസിന്റെ കൂടെ ബാബിലോണിയിലേക്ക് കാൽനടയായിട്ട് പോയി. ഇവിടുന്ന് ചോദ്യം വന്നാൽ എന്തില്ല, നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ വല്ല വർഷം ചോദിക്കാനാണ് പണിപാട്. അതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ല ഇപ്പൊ കഴിഞ്ഞ എക്കണോമിക്സ് എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ചോദിച്ചത് ഇലാസ്റ്റിക് ഡിമാൻഡുമായി ബന്ധമുള്ള സാധനങ്ങൾ ഏതൊക്കെയാന്നുള്ളതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, ആ ചോദ്യമൊക്കെ ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി വെച്ചു. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തിയിട്ടുണ്ട് ചോദ്യത്തിന്റെ ആ ലെവല്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നാലും മാക്സിമം വിശദമായിട്ട് പഠിക്കും. ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡ്, നമുക്ക് ചില ഓപ്ഷനൊക്കെ എങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഓക്കെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി സമയം കളയുന്നില്ല. അപ്പൊ സുമേറിയക്കാരാണ് ഇതിന്റെ ആൻസർ. അടുത്തത് മോഹൻജദാരോ എന്ന ഹാരപ്പൻ നാഗരികതയിലെ നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിൽ. ഓക്കെ. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ അത് സിമ്പിൾ ആയിട്ട് തോന്നുന്നു. പക്ഷെ പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ അതൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമായിട്ടും തോന്നും. കാരണം ഈ ഓപ്ഷൻസുകളാണ് നമ്മളാകെ കൺഫ്യൂഷൻ അടിപ്പിക്കുക. അപ്പൊ ആകെ ബ്ലാങ്ക് ആയി പോകും. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കി വെക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. ഓക്കെ. അടുത്ത പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യണം. ഇവിടെ മോഹൻജദാരോ എന്ന ഹാരപ്പൻ നാഗരിക നഗരം ഇന്ന് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലാണ്. അപ്പൊ മോഹൻജദാരോയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഫാസ്റ്റ് അടിച്ച് പോവാണ്. പറഞ്ഞു, ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല. നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുകയും ചെയ്യാം. മോഹൻജദാരോ സിന്ധു നദീതട മേഖലയിലെ ഏറ്റവും വലിയ നഗരവാസ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. അതൊക്കെ പോസ് അടിച്ചിട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. മോഹൻജദാരോയുടെ മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാണിത് രൂപം കൊണ്ടത് എന്നുള്ള കാര്യങ്ങൾ പുരാതന ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, ക്രീറ്റ് എന്നിവിടങ്ങളിലെ നാഗരികതകൾക്ക് സമകാലികമായിരുന്നു നമ്മുടെ മോഹൻജദാരോ. ഓക്കെ. ദെൻ ഒന്ന് പോസ് അടിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നോട്ട് ഞാൻ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. PPT നോട്ടാണ്. അപ്പൊ മൊബൈൽ ഫോണിൽ ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. മോഹൻജദാരോയെ കുറിച്ചുള്ള എങ്ങനെയാണ് ആ പേര് വന്നത് എന്നുള്ളതൊക്കെ പറയണം അല്ലെ. പ്രാദേശിക ഭാഷയിൽ സിന്ധി ഭാഷയിലും മോഹൻജദാടോ എന്നാണ് അറിയപ്പെടുന്നത്. സിന്ധി ഭാഷയിൽ മോയൻ അല്ലെങ്കിൽ മോയൻ എന്ന പദത്തിന്റെ അർത്ഥം മൃദുർ എന്നും, പിന്നെ അറബിയിൽ ഹിന്ദിയിലൊക്കെ അതിന് മൗത്ത് എന്നൊക്കെ പറയും മരണത്തിന്. ജോ എന്നാൽ ഉടേ എന്നും, ദാരോ എന്നാൽ കുന്ന് എന്നും. അപ്പൊ അങ്ങനെയാകുമ്പോൾ മൃതരുടെ കുന്ന്, മരിച്ചവരുടെ കുന്ന് എന്നൊക്കെയാണ് എന്ത് മോഹൻജദാരോ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ ഇന്ന് മോഹൻജദാരോ എന്നാണ് നമ്മൾ വളരെ പ്രചാരത്തിൽ ഉപയോഗിക്കുന്നത്, മോഹൻജദാരോ. ഓക്കെ. യെസ്. ഇനി അവിടെ ഉദ്ഖനനം നടത്തിയ ആളുകൾ ഏകദേശം BC 2600 മോഹൻജദാരോ നിർമ്മിച്ചത്. 1900 ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ. പിന്നെ ആരാണ്? ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന രാഘേൽ ദാസ് ബദോപാധ്യായാണ് ഇത് വീണ്ടും കണ്ടെത്തിയത് എന്ന് 1922. അപ്പൊ 1930-കളിൽ പുരാവസ്തു ഗവേഷകരായിരുന്ന ജോൺ മാർഷൽ, KN ദീക്ഷിത്, ഏണസ്റ്റ് മക്കിയ തുടങ്ങിയ നേതൃത്വത്തിൽ ഇവിടെ വൻതോതിൽ ഖനനങ്ങൾ നടന്നു 1930-കളിൽ. ദെൻ സൈറ്റ് ഡയറക്ടർമാർ ഉപയോഗിച്ചിരുന്ന ജോൺ മാർഷലിന്റെ കാർ ഇന്ന് എവിടെ ഉണ്ട്? മോഹൻജദാരോയിലെ കാഴ്ച ബംഗ്ലാവിലൊക്കെ ഉണ്ട്. മനസ്സിലാക്കി വെക്കുക.
1945 അഹമ്മദ് ഹസൻ ദാനി, മോട്ടിമൽ വീരർ എന്നിവയുടെ കൂടുതൽ ഖനനങ്ങൾ നടത്തുകയും ചെയ്തു. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ടേബിളാണ്, ഇത് പഠിച്ചു വെക്കണം. ഹരപ്പ പാകിസ്ഥാനിലെ മോൺഗോമറി ജില്ലയിലാണ്. മോഹൻജദാരോ അതാണ് നമ്മുടെ ചോദ്യം. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലാണ് ഇത് മോഹൻജദാരോ. സുത്കാജൻദോർ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ. ഇതൊക്കെ വായിച്ചു നോക്കുക. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും, ഉച്ചാരണത്തിൽ തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. സുത്കാജൻദോർ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ. ആലംഗീർപൂർ ഇന്ത്യ, UP മീററ്റ്, ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലാണ് ആര് ആലംഗീർപൂർ. അപ്പൊ ഇതിനൊക്കെ വല്ല കോഡ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പറയാം. ഏതെങ്കിലുമൊക്കെ 4-2 കണക്ട് ചെയ്യാൻ കോഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തിടുക. ഓക്കെ, ഭാഗ്യത്തിന് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ, അതൊക്കെയാണ് ഇതിലെ ഭാഗ്യം എന്ന് പറയണത്, അല്ലാതെ വേറെ ഒന്നുമല്ല. കഷ്ടപ്പെടുക. ചില ആളുകളൊക്കെ ഭാഗ്യമാണെന്നുള്ളത്. ഭാഗ്യം എന്ന് പറഞ്ഞൊരു സാധനമല്ല ശരിക്കും. ആരാണ് കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണത്? സ്മാർട്ട് വർക്ക്, എങ്ങനെ പറയാം, സ്മാർട്ട് വർക്ക് ഹാർഡ് വർക്ക് എന്നൊക്കെ പറയും. അതൊക്കെ കണക്ക് തന്നെയാണ്. സ്മാർട്ട് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് തരുന്ന വാക്കാണ്. ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഇത് രണ്ടും സംഭവമൊക്കെ കണക്ക് തന്നെയാണ്. കുറെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങോട്ട് സ്മാർട്ടായിട്ട് വരിക ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ സ്മാർട്ട് വർക്കിന്റെ ഭാഗമാണ് ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് കുറെ വായിച്ച് കിട്ടുക, ഹാർഡ് വർക്ക് ചെയ്ത് വായിച്ചിട്ട് മനസ്സിലാവും, അവസാനം ഇതിന്റെ കോഡിലേക്ക് നമുക്ക് എത്താം. കോഡ് കണ്ടെത്തുമ്പോൾ അത് സ്മാർട്ട് വർക്ക് ആയിട്ട് മാറും. അപ്പൊ എന്താണെങ്കിലും എന്ത് ചെയ്യുക, ആരാണോ കൂടുതലായിട്ട് വർക്ക് ചെയ്യണത് അവർക്ക് ഇത് അടിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ HSA നേടിയ ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് എവിടുന്നൊക്കെ സോഴ്സുകൾ കിട്ടും. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ 1-ാം റാങ്ക്, 2-ാം റാങ്ക്, അല്ലെങ്കിൽ ആദ്യത്തെ 50 റാങ്കിൽ എങ്ങനെ വന്നു? അപ്പൊ ഇവര് പറയുന്നത് എവിടുന്നൊക്കെ ഒരു ടോപ്പിക്കിന്റെ സോഴ്സുകൾ എവിടുന്നൊക്കെ കിട്ടുമോ അതൊക്കെ വായിക്കുക, ഒന്നും ഒഴിവാക്കില്ല എന്നുള്ളതാണ്. മാക്സിമം സമയം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതൊക്കെ നോക്കുക. ഷോർട്ട് ഗായ് എവിടെയാണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഹൻജദാരോ എവിടെയെന്ന് ചോദിച്ചു. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലെ ലർക്കാന ജില്ലയിലാണ്. അപ്പോ ഷോർട്ട് ഗായ് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ ദർഗാദ് ജില്ലയിലാണ്. ഷോർട്ട് ഗായ് വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ ദർഗാദ് ജില്ലയിലാണ്. റംഗ്പൂർ ഇന്ത്യ, ഗുജറാത്തിലെ സുരേന്ദ്രനഗർ ജില്ലയിലാണ് ആര് നമ്മുടെ റംഗ്പൂർ സ്ഥിതി ചെയ്യുന്നത്, സിന്ധു നദിയുടെ സംസ്കാര കേന്ദ്രങ്ങളിൽ. ധോളവീര ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ്. ലോത്തൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് ജില്ലയിലാണ്. കാലിബംഗൻ രാജസ്ഥാനിലെ ഹനുമാൻഗഡ് ജില്ലയിലാണ്. കാലിബംഗൻ രാജസ്ഥാൻ, ഹനുമാൻഗഡ് ജില്ല. അപ്പൊ ഇവിടെ ബനവാലിയിലെ നാ വെച്ച് ഹരിയാന കണക്ട് ചെയ്യാം. ഹരിയാനയിലെ അടുത്ത് ഹിസാർ ജില്ല കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഓക്കെ കമന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. യെസ്, അടുത്തൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളുക. എന്താണ് ഇവിടെ പറയുന്നത്? ഹാരപ്പ ദയാറാം സാഹ്നി കണ്ടെത്തിയ വ്യക്തി 1921 വർഷം. സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ മോൺഗോമറി ജില്ലയിലാണ്. നദി രവി നദി. ഇപ്പോൾ ഹാരപ്പ നദി, ഹാരപ്പ സംസ്കാരം എവിടെയാണ്? ഹരപ്പയാണോ ഹാരപ്പയാണോ? പല പുസ്തകങ്ങൾ ഹരപ്പ എന്നുണ്ട്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് സംഭവം നമ്മളെ കയ്യിൽ കിട്ടിയാൽ മതി. പിന്നെ ദയാറാം സാഹ്നി 1921 മോൺഗോമറി ജില്ല രവി. മോഹൻജദാരോ RD ബാനർജി 1922 സിന്ധ് പാകിസ്ഥാനിലാണ്. സിന്ധു നദീതടം. ചാൻഹുദാരോ MG മജുംദാർ 1931 പാകിസ്ഥാനിലാണ്, സിന്ധു നദീതീരത്താണ്. കാലിബംഗൻ അമലാനന്ദ ഘോഷ് 1953 രാജസ്ഥാന്. ഘോഷ് ഗഗ്ഗാർ കണക്ട് ചെയ്യുക അല്ലെ. ഈ ഘോഷ് ഉണ്ടോ? ഈ ഘോഷ് എടുത്ത് ഗഗ്ഗാർ നദി രാജസ്ഥാനാണ്. കാലിബംഗൻ രാജസ്ഥാൻ. കാലികളോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ നോക്കുക. രൂപാർ YD ശർമ്മ, അത് സുഖാണ്. രൂപാർ YD ശർമ്മ. രൂപാർ പഞ്ചാബ് സത്ലജ്. ലോത്തൽ റാവു 1957 ഗൾഫ് ഓഫ് ബോംബെ എന്നല്ല പറഞ്ഞത്, ഗൾഫ് ഓഫ് കാംബെ. ബോഗ, അതങ്ങനെ ഒരു ഓളത്തിൽ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ഗൾഫ് ഓഫ് കാംബെ, ബോഗെ. ബൻവാലി RS ബിസ്ത്. അപ്പോൾ ആ ബിസ്ത് ഇവിടെ കണക്ട് ചെയ്യാം കേട്ടോ. ബൻവാലി ഇവിടെ ഉണ്ട്. ബിസ്ത് 1973 ഹരിയാന. സരസ്വതി. ധോളവീര അതും നമ്മുടെ ബിസ് തന്നെയാണ്. 90-91. അപ്പോൾ ഇവിടെ ഈ വർഷത്തിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കണേ. ധോളവീര ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഡോറിക് ശില്പകലയുടെ ഉത്തമ ഉദാഹരണമായ ഒരു നിർമ്മിതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡോറിക് ശില്പകല ഏതാണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ D, ഗ്രീസിലെ പാർത്തിനോൺ. ഡോറിക് ശില്പകല. അപ്പൊ ഇനി ഇവിടെ കൂടുതൽ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും.
പറഞ്ഞു. ഈ ഒരു ക്ലാസ് ജസ്റ്റ് നമ്മൾ ഏത് രീതിയിലാണ് ആ ഓരോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അതെങ്ങനെ പോണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 ദിവസം ചുരുങ്ങിയത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യന്, ഒറ്റൊരു ക്വസ്റ്റ്യൻ, അങ്ങനെ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 300 ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവം നടക്കും കേട്ടോ. ഏരിയ അത്യാവശ്യം നമ്മൾ ക്ലിയർ ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ എല്ലാ സോഴ്സിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, ഇതിപ്പോൾ വായിക്കുമ്പോൾ ആവശ്യമുള്ളത് ഏത് ഇല്ലാത്തത് എന്നുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതിലേറെ നല്ലത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ആ ഏരിയകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ്. കാരണം 16ലെ ക്വസ്റ്റ്യൻസിന്റെ അതേ ഒരു ഏരിയ തന്നെയാണ് എന്തുള്ളത് ഈ 2022 ക്വസ്റ്റ്യനിലും ചോദ്യങ്ങളൊന്നുള്ളത്. അപ്പോൾ പാർത്തിനോൺ എന്നത് പുരാതന ഗ്രീക്കിലെ അത്ഭുതകരമായ ക്ഷേത്രങ്ങളൊന്നാണ്. ഗ്രീക്കിലെ അഥീനാസിനെ ആരാധിക്കുന്നതിന് നിർമ്മിച്ചതാണ്. ഇതിന്റെ സ്ഥാനം പാർത്തനോൺ ഏതൻസ് നഗരത്തിലെ അക്രോപോളിസിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഏറ്റവും ഉയർന്ന പർവ്വതത്തിനു മുകളിലായി നഗരത്തെ സംരക്ഷണത്തിനും മതപരമായ കേന്ദ്രമാക്കാനും പണിതതാണ് ഇത് പാർത്തനോൺ ക്ഷേത്രം. പാർത്തനോൺ ദേവനായ അഥീന പാർത്തനോസിസ് സമർപ്പിതമാണ്. അവൾ ഏതൻസിന്റെ സംരക്ഷക ദേവതയും ജ്ഞാനത്തിന്റെ ദേവതയുമാണ് ആര്? അഥീന പാർത്തനോസിസ്. ഓക്കെ, ഇനി ഇതിന്റെ നിർമ്മാണം BC 447-432 കാലഘട്ടത്തിൽ നിർമ്മിച്ച പാർത്തനോൺ ഒരു ശക്തമായ ഡോറിൻ ശൈലിയുടെ ചിത്രമാണ്. ഇതിന്റെ നിർമ്മാണം ആരാണ്? പെരിക്ലീസിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ദെൻ ഫിഡിയാസ് എന്ന പ്രശസ്ത ശില്പി ഇതിന്റെ പ്രധാന ശില്പികളിൽ ഒരാളാണ്. അപ്പൊ ഇത് പ്രതീക്ഷിക്കുക, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വന്നാലോ ഈ ചോദ്യങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോ ഫിഡിയാസ് കറക്റ്റ് ആണെന്നല്ലേ? എന്ന പ്രശസ്ത ശില്പി ഇതിന്റെ പ്രധാന ശില്പികളിൽ ഒരാളാണ്. നമ്മുടെ പാർത്തിനോൺ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തിയത് ആരാണ്? പെരിക്ലിയസിന്റെ നേതൃത്വത്തിലാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഗുണവിശേഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. യെസ്, ഗോൾഡ് ആൻഡ് ഐവോറി സ്റ്റാറ്റ്യൂസ്, സ്വർണ്ണ ദന്തശില ശില്പമൊക്കെ ഇതിന്റെ ഗുണവിശേഷങ്ങളുടെ ഭാഗമാണ്. ശാസ്ത്രീയതയും കണക്കുകളും, പാർത്തനോൺ അനുപാത ശാസ്ത്രത്തിന് ഒരു പാഠപുസ്തകമാണ്. അതിന്റെ ആ ഒരു രീതിയിലാണത് നിർമ്മിച്ചിട്ടുള്ളത്. 1687 വെനീഷ്യൻ ആക്രമണ സമയത്ത് ഒരു പടക്കപ്പുരയിലുണ്ടായ പടക്കപ്പുരയിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് അത് തകർന്നു പോയി. അതിനടുത്തുള്ള അങ്ങനെയാണ് ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ തകർന്നു പോയി എന്നൊക്കെ പറയുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ആർക്കിടെക്ചറാണ് നമ്മുടെ ഗോത്തിക് ശൈലി. ഓക്കെ, ഗോത്തിക് ശൈലികൾ, ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ശൈലികളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആ ടോപ്പിക്കിൽ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ പറയുന്നതാണ്. ഗോത്തിക് ആർക്കിടെക്ചർ ഒരു ശൈലിയാണ്. ഇത് ഈ മധ്യകാല യൂറോപ്പിൽ 12-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ട് വരെ പ്രധാനമായും ചർച്ചുകളും കത്തീഡ്രലുകളും മറ്റും നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചതാണ് ഇത് ഗോത്തിക് ശൈലി. അപ്പൊ ഇത് ഫ്രാൻസിലാണ് ഇത് ഉത്ഭവിച്ചത്. ഉയരവും വെളിച്ചവും അടങ്ങിയ അലങ്കാര ശൈലികൾ ഈ ശൈലിയെ പ്രശസ്തമാക്കി. ഇനി കുറച്ച് കൊടുത്തിട്ട് മാത്രം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രശസ്ത ഗോത്തിക് കെട്ടിടങ്ങൾ: നോട്ട്രം കത്തീഡ്രൽ, പാരീസ്, ഫ്രാൻസ്. ദെൻ ചാർട്രസ് കത്തീഡ്രൽ, ഫ്രാൻസ്. മിലാൻ കത്തീഡ്രൽ, ഇറ്റലി. വെസ്റ്റ്മിൻസ്റ്റർ ആംപി, ഇംഗ്ലണ്ട്. അപ്പോൾ വെസ്റ്റ്മിൻസ്റ്റർ ആംപി, ഇംഗ്ലണ്ട്. മിലാൻ കത്തീഡ്രൽ ഇറ്റലിയിലാണ്. മിലാൻ, ഇറ്റലി മിലാൻ. ചാർട്രസ് കത്തീഡ്രൽ, ഫ്രാൻസ്. ചാർട്രസ് ഫ്രാൻസ്. നോട്ട് ഡാം കത്തീഡ്രൽ, പാരീസ്, ഫ്രാൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കുക. ഇതൊക്കെ ഒരു ബേസ് ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. ഇതിൻ്റെയൊക്കെ ഇവരുടെ കാലഗണനയൊക്കെ അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു ഓർഡർ ആദ്യം ആരാ വന്നതെന്നുള്ളതിനെ കുറിച്ചൊക്കെ കോഡൊക്കെ നമ്മൾ കുറെ മുന്നേ കേട്ടിട്ടുള്ള കോഡുകളൊക്കെയാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഗ്രീക്ക് ചിന്തകന്മാരുടെ കാലഗണനാനുസൃതമായ ശരിയായ ക്രമം ഏതാണ്? ഇത് ഒരുപാട് ആളുകൾ ഇത് ശരിയാക്കിയിട്ടുണ്ടായിരിക്കും. സ്പാ, നമ്മുടെ മറ്റേ സ്പാ അല്ല, ഇവിടെ സ്പാ ഏതാണ്? എസ്, സോക്രട്ടീസ്, പ്ലേറ്റോസ്, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒക്കെ അവരുടെ വർഷങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ സ്പാ ആരാണ് ആദ്യം? സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അവിടെ ആ അലക്സാണ്ടർ വന്നിട്ട് പിന്നെ അരിസ്റ്റോട്ടിൽ അല്ല, നമുക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നതാണ്. അലക്സാണ്ടറിനൊക്കെ ഒരുപാട് മുന്നെയാണ് അരിസ്റ്റോട്ടിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവിടെ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്നവരിൽ അഗ്രിഗോള എന്ന നവോത്ഥാന ചിന്തകനുമായി ബന്ധമുള്ളതാണ്. ഈ ചോദ്യം എനിക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഇത് ഇനി തെറ്റായ ഒരു ചോദ്യമാണോ കഴിഞ്ഞ പ്രാവശ്യം എന്നറിയില്ല. ഞാൻ ഇതൊക്കെ കുറെ ഇയാളെ കുറിച്ച് നോക്കി, അഗ്രിഗോളയുമായി ബന്ധപ്പെട്ട്. ഇദ്ദേഹത്തെ കുറിച്ച് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക വാട്സപ്പിൽ. ഇതിന്റെ വല്ല ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? അതായത് നമ്മൾ കണ്ടെത്തും.
ഇതേപോലെ ഈ ഫിഡൽബർഗ് സർവകലാശാല ഒക്കെ ഞാൻ കുറെ ChatGPT അവിടെ ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, അതൊന്നും അങ്ങോട്ട് മാച്ച് ആയിട്ട് കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ കൊടുത്ത പ്രോംപ്റ്റിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. എന്നാലും ഇത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നവോത്ഥാന ചിന്തകനുമായി ബന്ധമുള്ള ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നവോത്ഥാന ചിന്തകരുമായിട്ട് തന്നെ ഒരു വലിയൊരു പഠനം നടത്താനുണ്ട്. വലിയൊരു ടോപ്പിക്കാണത് നവോത്ഥാനം. നമ്മുടെ ചരിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണല്ലോ നവോത്ഥാന റിനൻസസ്. അപ്പോ ഒരു നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട ഇത് നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പൊ ഇത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടോപ്പിക്കിന്റെ അണ്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് വിശദീകരിക്കും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ പ്രകാരം താഴെ കൊടുത്തിരിക്കുന്ന അഗ്രിഗോള എന്ന നവോത്ഥാന ചിന്തകനുമായി ബന്ധമുള്ള പ്രസ്താവന ഫിഡൽബർഗ് സർവകലാശാലയിൽ പൗരാണിക സാഹിത്യ അധ്യാപകൻ. അപ്പൊ ഇതിന്റെ നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ PG ചെയ്യണ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്കൊന്ന് അയച്ചു തരാം. ഓക്കെ, വലിയൊരു ഉപകാരമാവും, കാരണം ഇതിന്റെ പിന്നാലെ കുറെ നടന്നിട്ടുണ്ട്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പറയുന്നത് നമ്മുടെ വിപ്ലവങ്ങളുണ്ട്, അമേരിക്ക, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, അല്ലെ? ഈ ഒരു വിപ്ലവങ്ങളുടെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുടെ കറക്റ്റ് ഡേറ്റ് അടക്കമാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് 1789 ജൂൺ 20 നടന്ന സംഭവം. ഇതൊക്കെ കുറച്ച് ആളുകൾ, ഭൂരിഭാഗം ആളുകൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയാണ് ഇതിന്റെ ആൻസർ. പക്ഷെ ഇവിടെ ഓരോ വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളും അതിന്റെ ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതിന്റെ ഇന്റൻഷനൊക്കെ എന്താന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ 1789 ഫ്രഞ്ച് വിപ്ലവം ജൂൺ 20 നടന്ന സംഭവം ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ബാക്കിയുള്ളതിന്റെ ഒക്കെ വർഷങ്ങളും വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കാനുണ്ട്. അപ്പോൾ 1789 നമ്മൾ റവല്യൂഷൻ ആരംഭിച്ചത്. മെയ് 5, 1789, മെയ് 5-ാം തീയതി തുടങ്ങുന്ന കാര്യങ്ങൾ. ആദ്യം സ്റ്റേറ്റ് ജനറൽ യോഗം വിളിച്ചു ചേർക്കുകയാണ്. ലൂയി 16 രാജാവ് സാമ്പത്തിക തകർച്ച നേരിടുന്ന ഈ സ്റ്റേറ്റ് ജനറലിനെ വിളിച്ചു. ഇപ്പൊ രാജ്യമാകെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ രാജാക്കന്മാരുടെ ദൂർത്തടിച്ച ജീവിതശൈലിയായിരുന്നു ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ മെയ് 5-ാം തീയതി 1789 ഒരു സ്റ്റേറ്റ് ജനറൽ യോഗം നമ്മുടെ ലൂയി 16 രാജാവ് അദ്ദേഹം വിളിച്ചു ചേർക്കും. അതെന്നാണ് 1789 മെയ് 5-ാം തീയതി ഒരു സ്റ്റേറ്റ് ജനറൽ യോഗം. ജൂൺ 20, മെയ് കഴിഞ്ഞ് ജൂൺ 20, അടുത്ത മാസം 20-ാം തീയതി. അപ്പൊ കറക്റ്റ് ഓർഡർ നോക്കുക. മെയ്, ജൂൺ 20, 1789. അപ്പൊ ജനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, അല്ലെ? ഇവിടെ ഒരു 3ാമത്തെ സ്റ്റേറ്റ് രൂപം കൊണ്ട് അവർ ശക്തമായിട്ട് സംഘടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 1ാമത്തെയും 2ാമത്തെ എസ്റ്റേറ്റിനെതിരെ അവരെന്ത് ചെയ്യാണ്? ഒരു വലിയ സമരത്തിന് അവർ ഇറങ്ങണം. അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 3ാമത്തെ എസ്റ്റേറ്റ് പ്രതിനിധികൾ പുതിയ ഭരണഘടന ആവശ്യപ്പെട്ട് അവർ പ്രതിജ്ഞ ചെയ്തു. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ജൂൺ കഴിഞ്ഞ് അടുത്ത മാസം ജൂലൈ. അപ്പൊ മെയ്, ജൂൺ, ജൂലൈ, നിങ്ങൾ നോക്കുക ഒരു ഓർഡർ എങ്ങനെ പോകുന്നത്. ജൂൺ കഴിഞ്ഞ് അടുത്ത ജൂലൈ 17-ാം തീയതി അടുത്ത സംഭവം ബാസ്റ്റിൽ ആക്രമണം, അല്ലെ? സ്വതന്ത്ര, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിപ്ലവകാരികൾ അന്നത്തെ അവരുടെ രാജഭരണത്തിന്റെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ അവർ അടിച്ചു തകർത്തു എന്നുള്ളതൊക്കെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഡേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ട്. ജൂലൈ 14, 1789. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ശരിക്കും 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് നന്നായിട്ട് പഠിച്ചു വെച്ച ഒരാൾക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ HSM കയറായിരുന്നു. കുറെ ആഴത്തിലേക്ക് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ചോദ്യം കുറെ ഉള്ളിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കാം, 8, 9, 10ാം ക്ലാസ്സിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാര്യങ്ങൾ പഠിക്കാണ്ട്. വളരെ ഡീറ്റെയിൽ ചെയ്തിട്ടാണ് അവിടെ ജോഗ്രഫിയും ചരിത്രങ്ങളൊക്കെ വിശദമായിട്ട് ഒരു പറയുന്നത്. അവിടെ തന്നെ ഇപ്പൊ എത്രകാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആ ഒരു ഏരിയകളൊക്കെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്, അല്ലെ? എന്നാൽ കുറെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇത്. ഇപ്പോൾ ഡിഗ്രി +1 +2 ഒക്കെ എന്തായാലും പഠിക്കണം, അത് വേറെ. പക്ഷെ 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസിലെ ചാപ്റ്ററുകളിൽ നിന്ന് ഒരു സംശയം പോലും, ഒരു ഡൗട്ട് പോലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അവിടെ എവിടുന്ന് ചോദിച്ചാലും ചോദ്യം ഉത്തരം ചെയ്യാൻ പറ്റണം. ഇപ്പൊ തന്നെ നമ്മൾ ഏകദേശം ബേസിക് കാര്യങ്ങൾ ലെവല് ലിസ്റ്റിലെത്താനുള്ള കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മൾ കൺഫ്യൂഷൻ ആവാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നന്നായിട്ട് പഠിച്ചു നോക്കുക. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ആക്രമണം. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്. അപ്പൊ നിങ്ങൾ നോക്കൂ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റിൽ അടുത്ത സംഭവം 26-ാം തീയതി എന്താണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ ആദ്യമായി പ്രസിദ്ധീകരിച്ചു. വളരെ പ്രധാനം. ഇതൊക്കെ നമ്മുടെ ഓപ്ഷനിലുണ്ട്, അല്ലെ? ഓഗസ്റ്റ് 26, 1789. ഞാൻ പറഞ്ഞു, ഇവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അപ്പൊ 1791 പിന്നെ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണ്?
ഒരു ഭരണഘടന രാജ്യത്തിനുണ്ടാവുന്നത് സെപ്റ്റംബർ 3-നാണ്. 1791 സെപ്റ്റംബർ 3-ന് ഭരണഘടനാ രാജ്യം ഫ്രാൻസിന്റെ ആദ്യത്തെ ലിഖിത ഭരണഘടന നടപ്പിൽ വന്നു. രാജാവിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തി ഈ സെപ്റ്റംബർ 3-ന് ശേഷം 1791. വളരെ പ്രധാനപ്പെട്ടതാണ്. 1792 റിപ്പബ്ലിക്കിന് തുടക്കം കുറിക്കുകയാണ്. എന്നാണ് ഓഗസ്റ്റ് 10, 1792 റോയൽ കൊട്ടാരം ആക്രമിക്കുകയും രാജ്ഞി മേരി അന്റോണിയറ്റും രാജാവിനെ ഒരു പിടികൂടി എന്നിട്ട് അവരെ ഗില്ലറ്റിന് വധിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 21, 1792 ഫ്രാൻസിന്റെ റിപ്പബ്ലിക് പ്രഖ്യാപനം. അല്ലാതെ 1789-ലല്ല. ഇത് ഫ്രാൻസിന്റെ റിപ്പബ്ലിക് പ്രഖ്യാപനം 1790. നമ്മളാകെ ഫ്രഞ്ച് വിപ്ലവം 1789 മാത്രം അവിടെ പഠിച്ചു വെക്കുകയാണ്. അപ്പോൾ ആ ഒരൊറ്റ വർഷത്തിലല്ല ഇതൊക്കെ നടന്നത്. 1792 ഫ്രാൻസിന്റെ റിപ്പബ്ലിക് പ്രഖ്യാപനം. അങ്ങനെ ലൂയി 16 താഴെ ഇറക്കി പുതിയ റിപ്പബ്ലിക് സർക്കാർ രൂപീകരിച്ചു. അങ്ങനെയാണ് റിപ്പബ്ലിക്കിന്റെ തുടക്കം 1792. അപ്പൊ ഈ വർഷം നോക്കുക, ഓഗസ്റ്റ് 10, 1792 ഓഗസ്റ്റ് 10 റോയൽ കൊട്ടാരം ഒരു ആക്രമിച്ചു. സെപ്റ്റംബർ 21 ഇതേ വർഷം 1792 ഫ്രാൻസിന്റെ റിപ്പബ്ലിക് പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്തു. റീജൻ ഓഫ് ടെറർ റെയിൻ ഓഫ് ടെറർ എന്ന് പറഞ്ഞാൽ ഭീകര ഭരണകാലം. 1793 ജനുവരി 21, 1793 ലൂയി 16 തലവെട്ടിക്കൊന്നു, ശിരച്ഛേദനം നടത്തി. ഫ്രഞ്ച് ചരിത്രത്തിലെ വഴിത്തിരിവായ ഒരു സംഭവമായിരുന്നു. ആകെ ജനങ്ങളെല്ലാവരും ആകെ ഞെട്ടിപ്പോയി അല്ലെ. അന്നത്തെ അവരുടെ രാജാവിനെയാണ് എന്ത് ചെയ്യുന്നത്, ഗില്ലറ്റിന് ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നത്. ജൂൺ 2, 1793 മുതൽ ജൂലൈ 28, 1794 ഭീകര ഭരണകാലമായിരുന്നു. റീൻ ഓഫ് ടെറർ ആയിരുന്നു. പ്രധാനപ്പെട്ട ഒരു ഡേറ്റ്, ഒരു പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. എന്നാണ് ജൂൺ 2, ജൂലൈ 28. ഏകദേശം ഒരു വർഷക്കാലം 1793 ജൂൺ 2 തുടങ്ങി ജൂലൈ 28, 1794 റോബിസ്പിയറുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അനേകം ആളുകളുടെ ഗില്ലറ്റിൻ എന്ന ഉപകരണം ഉപയോഗിച്ചു വധിച്ചു കളഞ്ഞു. വിപ്ലവത്തെ എതിർത്തവരോടുള്ള കടുത്ത നടപടികളായിരുന്നു അദ്ദേഹത്തിന്റെ ഗില്ലറ്റിൻ പ്രയോഗം. ഓക്കെ. നവംബർ 9, 1799 നെപ്പോളിയൻ അധികാരം പിടിച്ചെടുത്തു. ഓക്കെ. 1799 നവംബർ 9 നെപ്പോളിയൻ അധികാരം പിടിച്ചെടുത്തു. പുതിയ ഭരണകാലത്തിന് തുടക്കം കുറിച്ചു. യെസ്. ഇനി അവിടെ നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഒരൊറ്റ ഫ്രഞ്ച് വിപ്ലവം മാത്രമാണ് കൊടുത്തത്. ഇതുപോലെ അമേരിക്കൻ വിപ്ലവത്തിലെ സംഭവങ്ങളുണ്ട്. നമ്മുടെ ബോസ്റ്റൺ കലാപം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ചൈനീസ് റവല്യൂഷൻ ഉണ്ട്, വർഷങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ് റഷ്യൻ വിപ്ലവം. ഇതൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പുസ്തകം മാറിയത് 5, 7, 9 ക്ലാസ്സിലെ പുസ്തകങ്ങളാണ് മാറിയിട്ടുള്ളത്. അത് നമുക്ക് പഠിച്ചു വെക്കണം. ഓക്കെ. അപ്പോൾ അവിടെ 9ാം ക്ലാസ്സിലൊക്കെ ജോഗ്രഫിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറെ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ വരുത്തിയിട്ടുണ്ട് ജോഗ്രഫിയിലെ ഭാഗങ്ങളിലൊക്കെ. ഓക്കെ. അതൊക്കെ നമ്മൾ ടോപ്പിക് അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. യെസ്. യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പാബ്ലോ പിക്കാസോ വരച്ച പ്രശസ്ത ചിത്രം. 10ാം ക്ലാസ്സിലെ ചോദ്യമാണ് ഇതൊക്കെ അല്ലെ. യുദ്ധത്തിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായി പബ്ലോ പിക്കാസോ വരച്ച പ്രശസ്തമായ ചിത്രം ഏതാണ്? എല്ലാവർക്കും അറിയാം, ഗർണിക്ക. ഓക്കെ. അപ്പോൾ അത് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലെ കുറച്ച് പോയിന്റുകളാണ്. ആ പുസ്തകത്തിലെ എല്ലാ പോയിന്റാണ് കൊടുത്തിട്ടുള്ളത്. യുദ്ധം, സെല്ലുലോയിഡിൽ സിനിമയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ, സിനിമകൾ, ഡോക്യുമെന്ററികൾ, ചിത്രങ്ങൾ, അങ്ങനെ കവിതകൾ, അങ്ങനെ പാട്ടുകൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൽ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഇത്. യാങ് റെന്നായുടെ ഗ്രാൻഡ് ഇല്യൂഷൻ. യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും മികച്ച ചലച്ചിത്രങ്ങളിൽ ഒന്നാണിത്. അതുപോലെ ഗ്രാൻഡ് ഇല്യൂഷന്റെ പ്രിന്ററുകൾ നാസി പിടിച്ചെടുത്തുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ലെവിൻ മെൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി കുബ്രിക്കിന്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചിത്രങ്ങളും 1ാം ലോക മഹായുദ്ധത്തിന്റെ ദൃശ്യാവിഷ്കാരങ്ങളാണ്. അപ്പോൾ 1ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരങ്ങൾ, സിനിമകളാണ് കൊടുത്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ് ഇവയെല്ലാം. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ യാങ് റെന്ന, ലെവിൻ മെൻസ്റ്റോൺ, സ്റ്റാൻലി കുബ്രിക് ഇവരെ പേരുകൾ അവർ നേരെ തെറ്റിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് അവർ എന്ത് ചെയ്യുക, ചേരുംപടി ചേർക്കുക. ഈ രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളൊക്കെ. നാസി ഭരണകാലത്ത് ജൂതവേട്ടയുടെ അനുഭവമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്ന് ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ ആൻ ഫ്രാങ്കും സഹോദരിയും
ഓഷിസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെടുകയും തുടർന്ന് മരണമടയുകയും ചെയ്തു. യെസ്. യുദ്ധം കലാസൃഷ്ടികളിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കുക, 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കൂടുതൽ അറിവിലേക്ക് എന്നുള്ള ഭാഗങ്ങളിൽ ഇപ്പൊ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലും നമുക്ക് കുറച്ച് ഹിന്റ് തരും. ടെക്സ്റ്റ് ബുക്കിന്റെ സൈഡിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് അതൊക്കെ വായിച്ചു നോക്കാൻ പറയും. അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് സ്കിപ്പ് ചെയ്യും അല്ലെ. സ്കൂൾ പഠിപ്പിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് അങ്ങനെ ചോദ്യങ്ങളും വരാറില്ല കൂടുതൽ അറിവിലേക്ക് എന്നുള്ളത്. പക്ഷേ മത്സര പരീക്ഷയിൽ കൂടുതൽ അറിവുകൾ എന്ന് പറയുന്ന ഓരോ പാഠഭാഗങ്ങളും 5ാം ക്ലാസ് മുതൽ എടുത്തു നോക്കുക, എല്ലാ ചാപ്റ്ററുകളിലും നിന്നുണ്ട് കൂടുതൽ അറിവ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഹൈറോഗ്ലിഫിക്സ് ലിപി അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും കൂടുതൽ അറിവിലേക്ക് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടുതൽ അത് ഇന്ന് ഈ ChatGPT ഉണ്ട്, ഗൂഗിൾ കണ്ടെത്തിയ വിക്കിപീഡിയയിലൊക്കെ നോക്കി നോട്ട് സ്വന്തമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. യെസ്, പിക്കാസോയുടെ വിഖ്യാതമായ ചിത്രമാണ് ഗേർണിക്ക. അവിടെ നിന്നാണ് നമ്മളെ ചോദ്യം വന്നത്. അതും 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറയണം 1ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് പിക്കാസോ വരച്ച ചിത്രമാണ് ഗേർണിക്ക. അത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് 2ാം ലോക മഹായുദ്ധം. അപ്പൊ അതും പഠിച്ചു വെക്കണം. ഇത് 1ാം ലോക മഹായുദ്ധത്തിന്റെ ആണോ 2ാം ലോക മഹായുദ്ധത്തിന്റെ ആണോ എന്നുള്ളത്. അപ്പൊ ഇത് 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട യുദ്ധം കലാസൃഷ്ടികളിലാണ്. പിക്കാസോയുടെ വിഖ്യാത ചിത്രമാണ് ഇത് ഗേർണിക്ക. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നിവ 2ാം ലോക മഹായുദ്ധത്തിലുള്ള കലാപരമായ പ്രതീകങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കാണ് 10ാം ക്ലാസ്സിലെ. പോളി സംവിധായകൻ ആന്ദ്രേ വൈദയുടെ യുദ്ധചിത്രങ്ങളായ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട് എന്നിവയും ഡേവിഡ് ലിൻ സംവിധാനം ചെയ്ത ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ കോയ്, ചാർലി ചാപ്ലിൻ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, അലൻ റെനയുടെ ഹിരോഷിമ മോൺ അമോർ, സ്റ്റീവൻ സ്പിൽബർഗിന്റെ ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്നിവയും 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. ഇതൊക്കെ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ശരിക്കും പഠിച്ചു വെക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. 1ാം ലോക മഹായുദ്ധത്തിലെ ആർട്സ് പ്രധാന ആരൊക്കെയാണ്? ഓട്ടോ ഡിക്സ് ജർമ്മൻ ആർട്ടിസ്റ്റ് യുദ്ധത്തിന്റെ തകർച്ചയും മനുഷ്യ സായനവും വരച്ചു കാട്ടുന്ന ചിത്രങ്ങൾ സൃഷ്ടിച്ചു. ദ വാർ എന്ന ചിത്ര പരമ്പര പ്രശസ്തമായിട്ടുള്ളതാണ്. ജോൺ സിംഗർ സർഗന്റ് ഗ്യാസൻ എന്ന പ്രശസ്ത ചിത്രത്തിൽ 1ാം ലോക മഹായുദ്ധത്തിന്റെ രാസയുദ്ധ ഭീകരത അദ്ദേഹം കാണിച്ചു. 2ാം ലോക മഹായുദ്ധത്തിൽ പാബ്ലോ പിക്കാസോയുടെ ഗേർണിക്ക എന്ന ചിത്രം സ്പാനിഷ് സിവിൽ വാർ സംബന്ധിച്ച് വരച്ചെങ്കിലും യുദ്ധത്തിന്റെ ചൂഷണങ്ങൾ ചിത്രീകരിച്ചു. ഹെൻറി മൂർ ലണ്ടൻ ബോംബിംഗ് ആക്രമണത്തിന്റെ അനുഭവം പ്രകടിപ്പിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും സൃഷ്ടിച്ചു. 2ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് സാഹിത്യ പ്രവർത്തനങ്ങൾ. 1ാം ലോക മഹായുദ്ധം ലിറ്ററേച്ചർ വർക്ക് ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് 1929 1929 എറിക് മാരിയ റിമാർക്ക് എഴുതിയ നോവൽ യുദ്ധത്തിന്റെ പരിണിതയും മാനസികാഘാതം അവതരിപ്പിക്കുന്നു. ദെൻ വിൽഫ്രഡ് ഓവൻ യുദ്ധത്തെക്കുറിച്ചുള്ള കവിതകൾ. അദ്ദേഹം മാനസികവും ശാരീരികമായ ആ ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ സൂചിപ്പിക്കുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ഡയറി ഓഫ് യങ് ഗേൾ ആൻ ഫ്രാന്റെ പുസ്തകം 2ാം ലോക മഹായുദ്ധമാണ്. ക്യാച്ച് 22 ജോൺ ഹെല്ലർ എഴുതിയ രസകരമായ പരാജയകഥ യുദ്ധത്തിന്റെ അധികൃതർ വരച്ചു കാട്ടുന്നു. ജോർജ് ഓവലിന്റെ ആനിമൽ ഫാം യുദ്ധത്തിന് ശേഷം ഭരണകൂടത്തിന്റെ ചൂഷണങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നത്. ജോർജ് ഓവലിന്റെ ആനിമൽ ഫാം. ഇതൊക്കെ PSC മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ചലച്ചിത്രങ്ങൾ. 1ാം ലോക മഹായുദ്ധം പാത്ത് ഓഫ് ഗ്ലോറി സ്റ്റാൻലി കുബ്രിക് ആണ്. ദെൻ ഗാലിപ്പോളി 1981 ഓസ്ട്രിയൻ സൈനികരുടെ ത്യാഗങ്ങൾ പ്രമേയമാക്കുന്നു. 2ാം ലോക മഹായുദ്ധം ഷിൻഡേഴ്സ് ലിസ്റ്റ് സ്റ്റീവൻ സ്പിൽബർഗ് 1993 ദെൻ സേവിംഗ് പ്രൈവറ്റ് റിയാൻ 1998 നോർമാഡി ഉണർത്തൽ പ്രവർത്തനത്തിൽ ഒരു സൈനികന്റെ കഥയാണ്. ദ പിയാനിസ്റ്റ് 2022 വേഴ്സായിലെ യഹൂദർ അവരുടെ യുദ്ധാനുഭവങ്ങളാണ് അവിടെ പറയുന്നത്. പിയാനിസ്റ്റിന്റെ യുദ്ധാനുഭവങ്ങളാണ് അദ്ദേഹം അവിടെ ആ സിനിമയിൽ പറയുന്നത്. ഡൻകിക്ക് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ രക്ഷപ്പെടുത്തുന്ന ശ്രമങ്ങളും പുനരാവിഷ്കാരമാണ്. ഡൻകിക്ക് ഇതൊക്കെ വായിച്ചു നോക്കുക. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡൻകിക്ക് ഒക്കെ ഇറങ്ങിയ വർഷം 2017 കേട്ടോ. യെസ്, ഡോക്യുമെന്ററികൾ നോക്കുമ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൽ ദ ഷാൽ നോട്ട് ഗ്രോ ഓൾഡ് 2018 പ്രഥമ ലോക മഹായുദ്ധം, അതായത് 1ാം ലോക മഹായുദ്ധത്തിൽ നിന്നും പുനരംഗീകരിച്ച അവിശ്വസനീയമായ ദൃശ്യങ്ങൾ പീറ്റർ ജാക്സൺ സംവിധാനം ചെയ്തു. 2ാം ലോക മഹായുദ്ധ വേൾഡ് അറ്റ് വാർ 1973 നൈറ്റ് ആൻഡ് ഫോഗ് 1956 ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ഡോക്യുമെന്ററികളാണ്. ഓക്കെ, വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അടുത്ത 30ാമത്തെ ചോദ്യം വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. എത്ര വലിയൊരു ടോപ്പിക്കാണ്. ഐക്യരാഷ്ട്രസഭ എന്ന് വന്നാൽ തന്നെ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ഇതൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. 2 വർഷമാണ് അതിന്റെ കാലാവധി. യുണൈറ്റഡ് നേഷൻ സുരക്ഷാ കൗൺസിൽ ആണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രധാന ഘടകം. ലോക സമാധാനവും സുരക്ഷയും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ 10 താൽക്കാലിക അംഗങ്ങളുമായി 4 സ്ഥിരാംഗങ്ങളുടെ 15 അംഗ കക്ഷികളായി പ്രവർത്തിക്കുന്നു.
എന്തൊക്കെയാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ? അവർ ചെയ്യുന്ന അവരുടെ പദവിയിൽ വരുന്ന കാര്യങ്ങളൊന്ന് ലോക സമാധാനം ഉറപ്പാക്കൽ, അന്താരാഷ്ട്ര സുരക്ഷാ പ്രശ്നങ്ങൾ പരിഗണിക്കൽ, മാനവരാഷ്ട്ര നടപടികൾ കൈക്കൊള്ളൽ, നമ്മുടെ കൗൺസിലിന്റെ അംഗങ്ങൾ, സെക്യൂരിറ്റി കൗൺസിലിന്റെ അംഗങ്ങളാണ് സ്ഥിരാംഗങ്ങൾ ചൈന, ഫ്രാൻസ്, റഷ്യ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്. അതേപോലെ വീട്ടോ അവകാശം, ഈ രാജ്യങ്ങൾക്ക് എല്ലാ നിർദ്ദേശങ്ങളും തടയാനും പ്രത്യേക അധികാരങ്ങളുണ്ട്. താൽക്കാലിക അംഗങ്ങൾ, ഇനിയിപ്പോൾ ഇതിൽ നിന്ന് UN ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്, നമുക്ക് ഏതായാലും നോക്കാം. താൽക്കാലിക അംഗങ്ങൾ 10 അംഗങ്ങൾ ഉണ്ടാവും. താൽക്കാലികമായിട്ട് UN ജനറൽ അസംബ്ലി തിരഞ്ഞെടുക്കുന്നു. ഈ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി 2 വർഷമാണ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, യെസ്. അപ്പോൾ താങ്ക് യു ഓൾ. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ഡിസംബറിൽ ക്ലാസ്സുകൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകും. ഇനി ജനുവരി മുതൽ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് മുതൽ നമ്മൾ കറക്റ്റ് സിലബസ് അനുസരിച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ചേരാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനെ കുറിച്ച്, കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ ഈ കാണുന്ന നമ്പറിൽ 8129529102 ഈ നമ്പറിൽ നിങ്ങളെ പേര്, നിങ്ങൾ ഏത് ജില്ലയാണ്, നിങ്ങൾ ഡിഗ്രിക്കും PGക്കും പഠിച്ച വിഷയം ഏതാണെന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ എത്രമാത്രം മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി കോഴ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. പറഞ്ഞ പോലെ മറ്റുള്ള ആപ്പുകളെ പോലെ വലിയൊരു ഫീ ഒന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീ മാത്രമാണ് നമ്മുടെ അക്കാദമി നിങ്ങൾക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പറഞ്ഞ പോലെ ടെലഗ്രാം ചാനലുണ്ട്, ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് കയറിക്കോളുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക, ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാർട്ട് ബിയിലെ രണ്ടാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സിലബസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.